ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാംബ്രിഡ്ജ് സർവകലാശാലയെക്കുറിച്ചും അവിടെയുള്ള അഡ്മിഷൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. നമ്മൾ നീറ്റ് എക്സാമിനെ കുറിച്ച് വളരെയധികം ചർച്ചകൾ നടക്കുകയാണ് അല്ലേ? ഇന്നലെ രാഹുൽ ഗാന്ധി വളരെയധികം ഇതേ റിലേറ്റഡ് ആയിട്ട് സഭയിൽ പ്രക്ഷുബ്ധമായിട്ടുള്ളതെല്ലാം നമ്മൾ കാണുകയുണ്ടായി അല്ലേ? ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് രാജ്യങ്ങളിലൊന്നും ഇത്തരത്തിൽ നോ എനി പ്രോബ്ലംസ്, നോ എനി കമൻസ്. എന്തുകൊണ്ട്? അവിടെയെല്ലാം തന്നെ നമുക്കൊരു SOP ഉണ്ട്. എന്താണ് ഈ SOP എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്നാണ് പറയുക. ഈ SOPകളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷ അടിസ്ഥാനമാക്കിയല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റിസൾട്ട് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ അഡ്മിഷനിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയും. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും നല്ല നഗരിയായിട്ടുള്ള യുണൈറ്റഡ് കിങ്ഡം. കാരണം അവിടെ നമുക്കറിയാം ഏറ്റവും വലിയ സർവകലാശാലകൾ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഇവിടെ എല്ലാം തന്നെ മെഡിസിൻ ഉണ്ട്, ഡോക്ടർ ആവാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവിടെ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യമാവുക? അവിടെ നമുക്കൊരു സീറ്റ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? പലരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ? അപ്പം ഇവിടെ നമ്മൾ ഒരു 3 ടയർ പ്രക്രിയ, 3 സ്റ്റേജിലുള്ള പ്രോസസ്സാണ് അവിടെ ഉണ്ടാവുന്നത്. ആദ്യമായി നിങ്ങളവിടെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ അയച്ചു കൊടുക്കണം ബൈ ഇമെയിൽ. എന്താണ് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? നിങ്ങളുടെ പേര്, ബയോഡാറ്റ, അതാണോ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ്? ഒരിക്കലുമല്ല. പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിരുചിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു MBBS എന്ന് പറയുന്ന, മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? അതിൻ്റെ അഭിരുചി എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടായത്? ആ അഭിരുചിക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്തെല്ലാം പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഹോസ്പിറ്റലിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ടുള്ള സോഷ്യൽ സർവീസ് ചെയ്തിട്ടുണ്ടോ? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? മെഡിക്കൽ ജേർണൽസ് അഥവാ മെഡിക്കൽ ബുള്ളറ്റിൻസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവണം. നിങ്ങളുടെ പാരൻസ് ഡോക്ടറാണോ? സ്വന്തമായൊരു ക്ലിനിക് നടത്തുന്ന ആളുകളാണോ? ഹോസ്പിറ്റൽ ഉണ്ടോ? അല്ലെങ്കിൽ പാരൻസിന് ആ ഒരു മെഡിക്കൽ ഫീൽഡായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, വിദ്യാർത്ഥിക്ക് മെഡിക്കൽ ഫീൽഡായിട്ട് എത്രത്തോളം കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു? ഇതാണ് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രോങ് ആണോ എന്നുള്ളത് ആദ്യം തന്നെ അവർ ക്രോസ് ചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്യും. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഒരു എൻട്രി അവിടെ ഫസ്റ്റ് ലെവലിലേക്ക് നമുക്ക് കിട്ടുകയാണ്. രണ്ടാമത്തെ പ്രൊസീജിയറിലേക്ക് കടക്കുന്നത് സമാനമായ ഒരു പരീക്ഷാ രീതിയാണ്. നമുക്കറിയാം ഒരു എൻട്രൻസ് പരീക്ഷ. അങ്ങനെയുള്ള ഒരു എൻട്രൻസ് പരീക്ഷ നമ്മൾ ക്ലിയർ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, എൻട്രൻസ് പരീക്ഷ ക്ലിയർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാണ് എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധ്യമല്ല. ഇതാണ് ഇന്ത്യയുടെ സിസ്റ്റവും എബ്രോഡ് എഡ്യൂക്കേഷൻ്റെ സിസ്റ്റവും തമ്മിലുള്ള പോയിന്റ് ഓഫ് പാരിറ്റി, മാറ്റം എന്ന് പറയുന്നത്. ഘടനാപരമായി തന്നെ മാറ്റം വരികയാണ്. അപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞു, അവർക്കൊരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ഘട്ടം, പ്രധാനമായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. ഈ പ്രധാനമായ ഘട്ടം എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ആ ഇൻ്റർവ്യൂ എന്ന പ്രക്രിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അവരെ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും
അഭിരുചിയെക്കുറിച്ചും നിങ്ങളുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചുമെല്ലാം തന്നെ അവരെ അനാലിസിസ് നടത്താനായിട്ട് പരിശ്രമിക്കുന്ന ഒരു ഭാഗമാണ്. ഇത്തരത്തിലുള്ള ഒരു പരീക്ഷയും അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റും ഇൻ്റർവ്യൂവും എല്ലാത്തിനും ഉപരിയായി നിങ്ങളുടെ 10ാം ക്ലാസ്സിലത്തെ മാർക്കും +2ത്തെ മാർക്കും എല്ലാം ചേർന്നാണ് അവർ നിങ്ങൾക്ക് ബയോമെഡിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷയായിട്ട് ഇതിനെ ക്രോഡീകരിക്കുന്നത്. BMAT, ബയോമെഡിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ബയോമെഡിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടിലൂടെയാണ് നിങ്ങൾക്ക് ഒരു സീറ്റ് എന്ന് പറയുന്നത് ഉറപ്പാവുന്നത്. അവിടെ നിങ്ങൾക്കറിയാം UK ഒരു നദിയുണ്ട്. ആ നദിയുടെ തീരത്ത് 32 കോളേജുകളാണ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത്. പരമ്പരാഗതമായിട്ട് ഒരു കോളേജിൽ നമ്മൾ പോയി പഠിക്കുന്ന ഒരു പ്രക്രിയയല്ല അവിടെയൊന്നും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ സോഷ്യലൈസ് ചെയ്യുന്ന, അവർ താമസിക്കുന്ന ആ ഒരു ഹോസ്റ്റലിന് നമുക്ക് ഹാളുണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്, പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്. അത്തരത്തിലുള്ള സ്ഥലത്താണ് കുട്ടികൾ അസംബിൾ ചെയ്ത് അവരുടെ പഠനം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്. കുട്ടികളെ പഠിക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവിടെ 80% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എക്സാം എന്ന് പറയുന്നത് അവർക്ക് എഴുതാൻ പറ്റും. പിന്നെ ഒരു സൈക്കിൾ ക്യാമ്പസ് ആണ് അവിടേക്ക്. അവിടെ എല്ലാവരും സൈക്കിളിലാണ് ക്യാമ്പസിലേക്ക് വരിക. ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഒരു സ്ഥലത്തേക്ക് സൈക്കിളിൽ പോവും. അതുപോലെ കാലത്ത് 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് നമ്മളുടെ കോളേജുകളിലേക്കും ടൈം എന്ന് പറയാം, അല്ലേ? അതുപോലെയുള്ള ഒരു ടൈം ഡ്യൂറേഷൻ ഒന്നുമില്ല. ചിലപ്പോൾ ഒരു ലെക്ചർ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 8 മണിക്കായിരിക്കും. സാറ് ഫ്ലൈറ്റ് ഇറങ്ങി വന്ന് അവർക്ക് ക്ലാസ് എടുത്ത് അടുത്ത ഫ്ലൈറ്റിൽ പോകും. അപ്പോൾ അത്തരത്തിൽ ഒരു ഡൈനാമിക് ക്യാമ്പസ് ആണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അതുപോലെ കുട്ടിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 5 യൂണിവേഴ്സിറ്റി അറ്റ് എ ടൈം സാധ്യമാണ്. അതിൽ ഒരു നിബന്ധനയുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് കുട്ടി അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് അവർ അംഗീകരിക്കുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു വിദേശത്തെ നീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ BMAT എക്സാം എന്ന് പറയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ ഇതേപോലത്തെ ഒരു പ്രക്രിയ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, കുറച്ച് ചുറുചുറുക്കുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് അടിപൊളിയാക്കാം, ഇൻ്റർവ്യൂവിൽ ഔട്ട് പെർഫോം ചെയ്യാം, മാർക്ക് കുറച്ച് കുറഞ്ഞാലും എനിക്ക് സീറ്റ് ഉറപ്പാണ്, അല്ലേ? അങ്ങനെ ആവുമ്പോൾ ഒരു 360 ഡിഗ്രി ഗ്രോത്ത് അവിടെ ഉണ്ടാവാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ 24 മണിക്കൂറും മാംഗോ, മാഞ്ചിഫിറ, ഇൻഡിക്ക എന്ന് പറഞ്ഞ് കാണാപ്പാഠം പഠിക്കുന്ന ഒരു പുസ്തകപ്പുഴുവിനെയല്ല അവർ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഇൻടേക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.